ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാക്കുന്നു. ദുഷ്ടർ ഇങ്ങനെയല്ല, ദുഷ്ടൻ ഇങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിര് പോലെയാണ് അവർ. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല, പാപികൾക്കും നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, അവിടുന്ന് ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. നന്ദി. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധതയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കരായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം നിറഞ്ഞ് സത്യം പറയുകയും ചെയ്യുന്നവൻ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധതയിൽ ആര് വാസമുറപ്പിക്കും? ബലത്തിനു പലിശ ഈടാക്കുകയോ ദൂഷണം കൈക്കൂലി മാനുകയോ ചെയ്യുന്നവൻ നിർഭയനായിരിക്കും. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധതയിൽ ആര് വാസമുറപ്പിക്കും? ഇന്നിവിടെ സങ്കീർത്തനങ്ങൾ 1-ാം 1 മുതൽ 6 വരെയാണ് ആലപിക്കുന്നത്. 2 മാർഗങ്ങൾ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവർ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിര് പോലെയാണവർ. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല, പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല.
ദൈവത്തിന് ദുഷ്ടർ നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസനായി കരുതുകയോ ദൈവഭക്തനോടാദരം കാണിക്കുകയോ നഷ്ടം സഹിച്ചും പ്രതിജ്ഞയേറ്റുകയും ചെയ്യാവുന്നവൻ കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുത്, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുത്, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, ഞാൻ തളർന്നിരിക്കുന്നോട് കരുണ തോന്നണമേ. കർത്താവേ, എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുത്, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. എന്റെ ആത്മാവത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, ഇനിയും എത്ര നാൾ? കർത്താവേ, എന്നെ രക്ഷിക്കാൻ വരണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ. മൃതരുടെ ലോകത്താരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല. പാതാളത്തിലാര് അങ്ങയെ സ്തുതിക്കും? കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയണ കുതിർന്നു. കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുത്, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. ദുഃഖം കൊണ്ടെന്റെ കണ്ണു മങ്ങുന്നു, ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു. അധർമ്മികളെ എന്നിൽ നിന്നകന്നു പോകുവിൻ. കർത്താവിന്റെ വിലാപം കേട്ടിരിക്കുന്നു. കർത്താവിന്റെ യാചന ശ്രവിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. എന്റെ സകല ശത്രുക്കളും ലജ്ജിച്ചു പരിഭ്രാന്തരാകും. അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും. അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുത്, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. നന്ദി. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ
പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവനതിനെ കുറിച്ചു ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ദുഷ്ടരിങ്ങനെയല്ല, കത്തി പറത്തുന്ന പതിര് പോലെയാണവർ. ദുഷ്ടർക്ക് ന്യായവിധി നേരിടാൻ കഴിയുകയില്ല. പാപികൾക്കു നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുമ്പോൾ ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. കർത്താവേ, അങ്ങ് ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിലും നിന്ന് എന്നെ രക്ഷിക്കണമേ. കർത്താവ് ജനതകളെ വിധിക്കുന്നു. കർത്താവേ, എന്റെ നീതിഷ്ഠിക്കും സത്യസന്ധതയ്ക്കും ഉത്തവിധം എന്നെ വിധിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അകവരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എന്റെ പരിച. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവിടുന്ന ദിനം പ്രതിരോക്ഷം കൊള്ളുന്നു. മനുഷ്യൻ മനസ്സു തിരിയുന്നില്ലേ? അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും. അവിടുന്ന് വില്ലുപോലെ ചൊരുങ്ങിയിരിക്കുന്നു. സ്വന്തം ശരങ്ങളെ തീയമ്പുകളാക്കി സജ്ജമാക്കിയിരിക്കുന്നു. ഇതാ ദുഷ്ടത്തിന്മയെ ഗർഭം ധരിക്കും. അധർമ്മത്തെ ഉദരത്തിൽ വഹിച്ചിടുന്നു. വഞ്ചനയെ പ്രസവിക്കുന്നു. അവൻ കുഴി കുഴിക്കുന്നു. ആ കുഴിയിൽ അവൻ തന്നെ വീണു പോകുന്നു. അവന്റെ ദുഷ്ടത അവന്റെ തലയിൽ തന്നെ പതിച്ചിടുന്നു. അവന്റെ അക്രമം സ്വന്തം നെറുകയിൽ തന്നെ തറച്ചിടുന്നു. കർത്താവിന്റെ നീതിക്കൊട്ട് അവിടുത്തോട് ഞാൻ നന്ദി ചൊല്ലും. അത്യുന്നതനായ കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്തോത്രമാലപിക്കും. ഞാനിന്നിവിടെ ആലപിക്കാൻ പോകുന്നത് നന്മയുടെ സങ്കീർത്തനമായ 15-ാം സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് നീതിയുടെ മാനദണ്ഡം.
കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തരോടാദര കാണിക്കുകയും നഷ്ടം സഹിച്ചു പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? കടത്തിനു പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ. ഇങ്ങനെയുള്ളവൻ നിർഭയരായിരിക്കും. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നന്ദി. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് കോപിച്ചു കൊള്ളുക എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വച്ച് ധ്യാനിച്ചു മൗനമായിരിക്കുക. ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുക.
ഞാൻ്റെ പ്രകാശിപ്പിക്കണം എന്ന് പലരും പറയാറുണ്ട്. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ കാണാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്നാൽ കർത്താവ് അങ്ങ് തന്നെയാണ് എൻ്റെ നിന്റെ കഷ്ടകാലത്തു കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ. നിന്റെ കഷ്ടകാലത്തു കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ. അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്കു സഹായമയക്കട്ടെ. സിയോനിൽ നിന്നു നിന്നെ തുണയ്ക്കട്ടെ. അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിന്റെ അവിടുന്ന് തന്റെ ദഹനബലികളിൽ സംപ്രീതനാകട്ടെ. അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശാലോം. ദാവീദിന്റെ ഗീതമായ 16-ാം സങ്കീർത്തനത്തിലെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിവിടെ ആലപിക്കുന്നത്. സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് ദൈവം എന്റെ അവകാശം. കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും. കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും. ദൈവമേ എന്നെ കാത്തുകൊള്ളണേ. ഞാനങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണെന്റെ കർത്താവ്. അവിടുന്നാണെന്റെ കർത്താവ്. കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും. കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും. അങ്ങിൽ നിന്നല്ലാതെ എനിക്കു നന്മയില്ല എന്നു ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്നു കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്. അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശക്തരാണ്. കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും. കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും. അന്യദേവന്മാരെ അനുകരിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാനവർക്ക് രക്തം കൊണ്ട് പാനീയ ബലിയർപ്പിക്കുകയില്ല. ഞാനവരുടെ നാമം ഉച്ചരിക്കും.
വേദനിപ്പിക്കുകയില്ല. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. ദൈവത്തിന് നന്ദി. വേണ്ടിയുള്ള പ്രാർത്ഥന. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിലും നിന്ന് എന്നെ രക്ഷിക്കണമേ, മോചിപ്പിച്ചിടണമേ. അല്ലെങ്കിൽ സിംഹത്തെ പോലെ ചിന്തിക്കീരും, ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലച്ചിഴയ്ക്കും. എൻ്റെ ദൈവമായ കർത്താവേ, ഞാനത് ചെയ്തിട്ടുണ്ടേ, തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടേ. എൻ്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടേ. ശത്രുവിനെ പിന്തുടർന്നു കീഴടക്കിക്കൊള്ളട്ടെ. എൻ്റെ ജീവനെ നീളത്തിട്ട് ചവിട്ടി മെതിച്ചിടട്ടെ. പ്രാണനെ പൂഴിയിലാഴ്ത്തിക്കൊള്ളട്ടെ. എൻ്റെ ദൈവമായ കർത്താവേ, നിന്നിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിലും നിന്ന് എന്നെ രക്ഷിക്കണമേ, മോചിപ്പിച്ചിടണമേ. എൻ്റെ ദൈവമായ കർത്താവേ, ഞാനത് ചെയ്തിട്ടുണ്ടേ, തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടേ. അകരണമായി ശത്രുവിനെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ. എൻ്റെ ജീവനെ നീളത്തിട്ട് ചവിട്ടി മെതിച്ചിടട്ടെ. പ്രാണനെ പൂഴിയിലാഴ്ത്തിക്കൊള്ളട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത് നന്മയുടെ സങ്കീർത്തനമായ സങ്കീർത്തനം 15 ആണ്. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോടാദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും?
നടപ്പിലാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധ